താൻ പഠിപ്പിച്ച സ്കൂളിന് ഒരു ക്ലാസ് റൂം തൻ്റെ വക നൽകിക്കൊണ്ട് സർവീസിൽ നിന്നും വിരമിച്ച ശ്രീജ ടീച്ചർ നമ്മൾ അറിയണ്ടേ ഇത്രയധികം ഇൻറ്റിമസിയാണ് ഈ സ്കൂളിനോടും. ഇവിടെ 36 വർഷത്തെ സേവനം, അതൊരു വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ കഥയാണ്. ദീർഘകാലം മലപ്പുറം ജില്ലയിലെ AM-LP സ്കൂൾ ചേങ്ങോട്ടൂരിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു ശ്രീജ ടീച്ചർ. ഈ ടീച്ചറെ HM എന്നതിന് പകരം കുട്ടികൾ അച്ചമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. അത് ടീച്ചർ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. താൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും തൻ്റെ സ്വന്തം മക്കളെപ്പോലെയാണ് കരുതിയിരുന്നത്. ഒരു നാടിനോടുള്ള സ്നേഹം കൂടിയാണ് ഈ ടീച്ചർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ LP സ്കൂളിന് ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതിരുന്ന സ്ഥാപനത്തെ ഇതിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഒരുപാട് വലിയ മാറ്റങ്ങളാണ് സ്ഥാപനത്തിനുണ്ടായിട്ടുള്ളത്. മാനേജ്മെൻറ്റ് സ്കൂളിനോടും ടീച്ചേഴ്സിനോടും കാണിക്കുന്ന ആ സ്നേഹം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടീച്ചർ തന്നെ പറയുന്നുണ്ട് ടീച്ചർ ഇത്തരത്തിലുള്ളൊരു തിരിച്ചൊരു സ്നേഹം നൽകിയത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. പിന്നെ ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്. നാടുപടിയാണ്. ഇവിടെ എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു? 36 വർഷം. എന്ത് തോന്നുന്നു? എന്താ അങ്ങനെ ഒരു ഇത് എന്താണ് ടീച്ചർ പറയും? ഇവർ ചെയ്തൊരു സംഭവം ഉണ്ട് കേട്ടോ അല്ലേ, അതും കൂടെ പറയട്ടെ അച്ഛമ്മേ. ഇവര് ടീച്ചർ ഇവിടുന്ന് പോകാൻ പറ്റൂല പറഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ പിടിച്ചിരുത്തി. ഏതാണ് സൗമാഷ നൽകിയത്? ഇവരിപ്പോ നഴ്സറിയിലെ അല്ലേ മനോക്ക? അതും അങ്ങനെ ഒരു നിലക്കും വിടില്ല. ഇത് ടീച്ചറോട് ഞങ്ങളാരും ഉപദേശിച്ചിട്ടോ മറ്റോ ഒന്നുമല്ല. ഈ ടീച്ചറെ സ്വയം മനസ്സാലെ തന്നൊരു സംഗതി. ടീച്ചർ ഞാൻ 2 വട്ടം 3 വട്ടം ചോദിച്ച് ടീച്ചറോട്, എന്താ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ 3-4 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞത്. കാരണം പെട്ടെന്നൊരു ഷോക്ക്. കാരണം എന്താ വെച്ചാൽ ഒരു ആളും ചെയ്യാത്തൊരു കാര്യം. ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ആ ക്ലാസ് റൂം നിങ്ങളൊന്ന് പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ള ക്ലാസ് റൂമിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഞാൻ തന്ന ക്ലാസ് റൂം അതിനൊരു വ്യത്യസ്തത വേണമെന്ന് പറഞ്ഞ് ടീച്ചർ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൻ്റെ തേപ്പ്, അതിൻ്റെ പെയിൻറ്റിങ്, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ സ്കൂൾ നോക്കുമ്പോൾ കാണാം ആ ഒരു റൂം എങ്ങനെയാണെന്നുള്ളത്. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞ ഞാൻ പഠിച്ചത് ഈ സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ജോലി കയറി. ഇനി ഒന്നും കൂടി എനിക്ക് അതിൽ ഉറപ്പിച്ച് പറയാനുള്ളത്, അന്നൊക്കെ ഞാൻ ഈ ഒരു ഇപ്പോൾ മാനേജ്മെൻറ്റിനെ നിർത്തി അവരതാക്കി പറയല്ല, അവരെടുത്തതിന് ശേഷമാണ് നമ്മുടെ സ്കൂൾ ഒരു ഭൗതിക സാഹചര്യത്തിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്കറിയാലോ, പല കലോത്സവങ്ങൾക്കും മറ്റൊക്കെ കുറേ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒന്നും നമ്മളെ സ്കൂൾ ഒരു പേര് പോലും കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രയും ചരിത്രം മാറി. ഇപ്പോ പഞ്ചായത്ത് തലത്തിൽ മാത്രമല്ല, സബ് ജില്ലാ തലത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്കൂള് ആണെങ്കിലും കലോത്സവത്തില്, ശാസ്ത്രമേളയില്, എല്ലാത്തിലും മറ്റേ സത്യം ഞാൻ പറയാം, ഞാനിവിടെ 36 വർഷം അധ്യാപന ജോലി എടുത്തു വെച്ചാലും നമ്മുടെ ചേങ്ങോട്ടൂർ സ്കൂൾ ഒന്ന് എവിടെയെങ്കിലും ഒരു പേര് വരാൻ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പം അത് പോയിട്ട് എവിടെ ചെന്നാലും ചേങ്ങോട്ടൂർ സ്കൂളിൻ്റെ പേര് കേൾക്കാത്ത, പിന്നെ അതിൽ മാഷൊക്കെ പറഞ്ഞ മാതിരി എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ട്. പ്രീ പ്രൈമറി കലോത്സവം ഇപ്പോൾ 2 വർഷമാണ് പഞ്ചായത്ത് തലത്തിൽ. ആ 2 വർഷം ഞങ്ങൾ ഓവറോൾ നേടി ചാമ്പ്യന്മാരായി. റിട്ടയർമെന്റിന് ശേഷം വിട്ടില്ല. ഒരു കുറച്ച് കാലം എനിക്ക് കുറച്ചൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ടായിരുന്നു. സൗമാഷ് പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ നിന്ന് ഞാൻ പേരും പറഞ്ഞ് എനിക്ക് സുഖമില്ല. പക്ഷെ നമ്മളെന്താ പറയണ്ടോ, ഈ ടീച്ചറെ ഇപ്പോഴും യങ്ങായിട്ടാണ് നടക്കുന്നത്. അത് ഈ സ്കൂളിനോട് കടന്ന് ബന്ധിച്ച് ഓടിപ്പാഞ്ഞ് നടന്നിട്ട് ഇവിടെയുള്ള ടീച്ചേഴ്സും ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ ടീച്ചർ പഠിപ്പിക്കാത്ത ഒരാളില്ല എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇറങ്ങുന്നതോട് ഒരു കമന്റിന്റെ പൊടി പഠിപ്പിച്ച സ്റ്റുഡൻസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ എന്നുള്ള രീതിയിലാണ് KG-യിലിരിക്കുന്ന കുട്ടികള്. അവര് ചെറിയ മക്കളാണ്. അവര് ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കുക, അവര് HM എന്നുള്ളതിന് വിളിക്കുകയാണ്, പക്ഷെ വിളിക്കുക അച്ചമ്മേന്നാണ്. പക്ഷെ ഞാനത് തിരുത്താൻ പോകില്ല. കാരണം എന്താ വെച്ചാല് അവരുടെയൊക്കെ അച്ഛന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഹാപ്പിയാണ്. സത്യത്തിൽ ഇന്ന് PKM UP സ്കൂൾ ആൽപ്പറ്റക്കുളമ്പ ഇവരുടെ തന്നെ, അതായത് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ മാനേജർ കടക്കാടൻ മാനൂക്ക എൻ്റെ റിലേറ്റീവാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതേപോലെ തന്നെ ചെയർമാൻ സാബു മാഷ്. ഇവർ ഏറ്റെടുത്ത സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ.
അതൊക്കെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആൽപ്പറ്റക്കുളമ്പ സ്കൂളിന് ഇന്ന് വളരെ നൂതനമായ ഒരു ടർഫ് കുട്ടികൾക്ക് യു പി സ്കൂളിന് കുട്ടികൾക്ക് കായിക മേഖലയിൽ പിന്നെ വലിയ ഉന്നതി ഉണ്ടാകാനും വേണ്ടിയിട്ട് ടർഫിൻ്റെ ഇനാഗ്രേഷൻ കൂടി നടക്കുകയാണ്. അങ്ങോട്ടേക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മറ്റു സ്കൂളുകളുടെ ചെറിയ സൗകര്യം കൂടെ കാണുക. ഇത് തന്നെയാണ് നല്ല മാനേജ്മെൻറ്റും നല്ല മാനേജർമാരെന്ന് പറയുന്നത്. ഇവിടെയാണ് മനോക്കത്തെ സ്കൂള്. ഇത് UAHM LP സ്കൂൾ വലിയാട്. എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് ഫാദർ തുടങ്ങി അല്ലേ? അടിപൊളി. ലിഫ്റ്റുള്ള സ്കൂൾ എന്നുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? മലപ്പുറം ജില്ലയിലെ നമ്മുടെ സ്കൂളിലാണ് LP സ്കൂളിൽ ലിഫ്റ്റ് വെച്ചത്. ഇവിടെ തുടങ്ങിയത്. ഓ ഗ്രേറ്റ്. 4 നില അല്ലേ? ഇതൊക്കെ ടീച്ചേഴ്സാണ് ആണല്ലേ? ഏതാണ്ട് 10-30ഓളം സ്റ്റാഫുകളുണ്ട് ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ? 900 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നിലവിലുണ്ട്. ഒരു LP ഉണ്ട്. KG മുതൽ 4 വരെ 900 വിദ്യാർത്ഥികളാണല്ലേ. ടീച്ചേഴ്സും ആണ് സ്കൂളിന്റെ കരുത്ത്. ഓക്കെ, ഈ പ്രദേശത്തിന്റെ പിന്നെ വൈജ്ഞാനിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സ്കൂളാണ്. എത്ര വർഷമായിട്ടുണ്ടാവും? ഇതിപ്പോ 74 വർഷം പൂർത്തീകരിച്ചു. ഈ സ്കൂള് ഓക്കെ. LSS കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോണില്ലേ? ഉണ്ടല്ലോ, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, കണ്ട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ആൽപ്പറ്റക്കുളമ്പ്. ഇതിന്റെ പേര് PKM UP സ്കൂൾ ആൽപ്പറ്റക്കുളമ്പ്. എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് ഇവിടെ ടർഫിന്റെ ഇനാഗുറേഷൻ. എന്താ ടർഫ് സൗകര്യം കൊടുക്കുക നമ്മളെ സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ള സ്കൂളുമാടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണല്ലേ? അടിപൊളി. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇവിടെ 900ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ടർഫ് പ്രത്യേകമായി അതിനു വേണ്ടി ഭൂമി വാങ്ങി കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം അതിന് വേണ്ടി പ്രത്യേകമായിക്കൊണ്ട് ഒരുക്കിയതാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം കളിക്കാനുള്ളതാണ്, പുറത്തേക്കില്ല. മാത്രം കൊടുക്കൂല. ഞങ്ങളെ ഇവിടെ ടീച്ചേഴ്സിന്റെയും മൊത്തം രക്ഷിതാക്കളെയും ഒക്കെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ടർഫ് ഇതിന് നല്ല സ്റ്റാൻഡേർഡ്. HM ഇവിടെ HM. ഹായ്, പേരെന്താ? രാഹുൽ. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് നിങ്ങളെ മാനേജ്മെന്റ്? എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഇത്രയും സൗകര്യം ഒരുക്കി തരുന്ന ഒരു മാനേജ്മെന്റ് വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്ന് തന്നെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നേരത്തെ തുടങ്ങുമ്പോൾ അത് വലിയ സൗകര്യമൊന്നും ഇല്ലായിരുന്നോ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ? കെട്ടിടങ്ങളായിരുന്നു. 200ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. കെട്ടിടങ്ങൾ മുഴുവനായി കൊണ്ട് നിർമ്മിച്ചു. സൗകര്യങ്ങൾ, സ്മാർട്ട് റൂം സൗകര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട്. മാഷെ, അപ്പോൾ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്? സപ്പോർട്ടാണ്. 32ഓളം ടീച്ചേഴ്സ് ഉണ്ട് ഓൾറെഡി. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. LSS പോലുള്ള പരിപാടി, ശാസ്ത്രമേള, കലമേള. ഈ കോട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ LSS യൂസ് നമുക്ക് കിട്ടിയത് നമ്മുടെ സ്കൂളിലാണ്. അങ്ങനെ ഉണ്ടല്ലേ? ഓ, കോട്ടൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ LSS വിന്നേഴ്സ് ഇവിടെ. എന്തൊക്കെ ടീച്ചേഴ്സ് അല്ലേ? എന്തൊക്കെ ടീച്ചറെ? സുഖല്ലേ? പേരെന്തായിരുന്നു? വാ, അടിപൊളി. ഓക്കെ, സന്തോഷം കേട്ടാ. ഹാപ്പി അല്ലേ? ടീച്ചേഴ്സ് കരുത്താണല്ലേ? സ്കൂളിനെ പറ്റിയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ടീച്ചേഴ്സിനെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഏതായാലും സന്തോഷം, കണ്ടേ സന്തോഷം. ഓക്കെ, തിരക്കെടുക്കട്ടെ. ഓക്കെ മാഷെ. പിടി മാഷെ, എന്താണ് പേര്? ഫാസിൽ. ഓക്കെ, എന്ത് തോന്നുന്നു? എന്താ എനിക്ക് പറഞ്ഞിട്ട് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ശരിയല്ലേ? ഞങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും അല്ല, ഓരോ മേഖല ഉണ്ടാവുമല്ലോ. എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? മാനേജ്മെന്റ് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഒന്ന് പിന്നെ ഗ്രൗണ്ട് ഇപ്പൊ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് എടുത്തിരിക്കണം അവര്. ഏതായാലും വലിയ സന്തോഷം. തിരുവളന്നൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളും ഈ കടക്കാടൻ മാനുക്കയുടെയും സാബു മാഷിൻ്റെയും നേതൃത്വത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത്.